വീട്ടിൽ തന്നെ തയ്യാറാക്കിയ പുട്ടുപൊടി വെച്ച് എങ്ങനെ പുട്ട് രണ്ട് രീതിയിൽ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. പുട്ടിൻ്റെ മോൾഡ് ഇല്ലാത്തവർക്ക് ഇതുപോലെ ചിരട്ടപ്പുട്ടും തയ്യാറാക്കാം. ഇല്ലെങ്കിൽ സാധാരണ രീതിയിൽ പുട്ടുകുറ്റിയിൽ തന്നെ പുട്ട് തയ്യാറാക്കി എടുക്കാം. എങ്ങനെ വീട്ടിൽ പുട്ടുപൊടി തയ്യാറാക്കി രണ്ട് രീതിയിലും പുട്ട് തയ്യാറാക്കി എടുക്കാമെന്ന് ഇന്ന് ഈ വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് നോക്കാം. ആദ്യം പുട്ടുപൊടി തയ്യാറാക്കാനായിട്ട് പച്ചരിയാണ് വെള്ളത്തിൽ കുതിർത്തിരിക്കുന്നത്. 4 മുതൽ 6 മണിക്കൂർ വരെ പച്ചരി കുതിർത്തത് നന്നായിട്ട് കഴുകി വെള്ളം വാലാനായിട്ട് ഇതുപോലെ അരിപ്പയിലൊന്ന് വെച്ചിട്ട് കോട്ടൺ തുണിയിൽ നന്നായിട്ട് നിരത്തി വയ്ക്കുക. അതിലുള്ള വെള്ളമയം നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടിയാൽ മതി. അരിയിൽ ശകലം ഈർപ്പം കാണും. അപ്പോൾ കയ്യിൽ ഇതുപോലെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ഉണങ്ങി കിട്ടുമ്പോൾ മിക്സിയിൽ നമുക്കത് ഓരോരോ ബാച്ചായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. പുട്ടിൻ്റെ പൊടി പോലെ ശകലം തരിതരിപ്പോടുകൂടെ പൊടിച്ചെടുത്താൽ മതി. ഇത് പിന്നെ അരിച്ചെടുക്കുന്നില്ല. ഇതുപോലെ തരിതരിപ്പായിട്ട് പൊടിച്ച് അടി കട്ടിയുള്ള ഒരു പാനിലേക്ക് നമുക്കത് മാറ്റാം. അത് വറുത്തെടുക്കേണ്ടതാണ്. 2-3 ബാച്ചായിട്ട് നമ്മൾ ഉണക്കി വെച്ചിരിക്കുന്ന അരി ഇതുപോലെ പൊടിച്ചെടുത്ത് നമുക്കിത് വറുത്തെടുക്കാം. ആദ്യം വറുത്തെടുക്കുമ്പോൾ അരിപ്പൊടിയിൽ നനവ് ഉള്ളത് കൊണ്ട് ഈ തവി വെച്ച് ഇളക്കാനായിട്ട് ശകലം ബുദ്ധിമുട്ട് വരും. എന്നാൽ നന്നായിട്ട് ചൂട് തട്ടി വറന്ന് കിട്ടുമ്പോൾ അത് ഇതുപോലെ നന്നായിട്ട് നമുക്കിത് ഇളക്കാനായിട്ട് പറ്റും. ഇതുപോലെ നല്ല ഫ്രീ ആയിട്ട് നമുക്ക് വീഴുന്ന ആ രീതി, അല്ലെങ്കിൽ അരിയുടെ നല്ല മണം വരും. അല്ലാത്ത ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ഇതുപോലെ നമുക്കൊന്ന് വരച്ചെടുക്കാൻ പറ്റണം. മുറിയാത്ത വര പോലെ വരയ്ക്കുകയാണെങ്കിൽ അരി നന്നായിട്ട് വറന്നിട്ടുണ്ട്. കൂടാതെ അതിൽ ഇഷ്ടം പോലെ ചെറിയ ചെറിയ ഉണ്ടകളും തട്ടിക്കാണും. അരി നന്നായിട്ട് വറന്നിട്ടുണ്ടെന്ന് അറിയാനായിട്ട് ഈ 4 ഇൻഡിക്കേഷനിൽ ഏത് വേണമെങ്കിലും നമുക്ക് നോക്കാം. നല്ല മണം വരും. ഇല്ലെങ്കിൽ ഇതുപോലെ നമുക്കൊന്ന് വരയ്ക്കാൻ പറ്റണം. അതിൽ ചെറിയ ചെറിയ ഉണ്ടകൾ വരും. ഇതെല്ലാം കാണിക്കുന്നത് അരി ഏകദേശം പുട്ടിൻ്റെ മാവിൻ്റെ രീതിയിൽ വറന്ന് കിട്ടിയിട്ടുണ്ടെന്നാണ്. അതിൽ ആ ഉണ്ടകളൊന്ന് കളഞ്ഞു കിട്ടാനായിട്ട് മാവ് ഒന്നും കൂടെ പൊടിച്ചെടുത്താൽ മതി. അല്ലാതെ നമ്മൾ അരിച്ച് പൊടിക്കാനായിട്ടാണെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടത്തില്ല. ഇതുപോലെ മൊത്തമായിട്ട് നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് എല്ലാം ചെറിയ ഉണ്ടകളും പൊടിഞ്ഞ് കിട്ടും. പുട്ടിൻ്റെ മാവ് റെഡിയായിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് പുട്ട് തയ്യാറാക്കി എടുക്കാം. പുട്ട് തയ്യാറാക്കാനായിട്ട് ആദ്യം 2 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ശകലം ചെറു ചൂടുവെള്ളം ഒഴിച്ചാണ് പുട്ടിൻ്റെ മാവ് കുഴയ്ക്കുന്നത്. നല്ല മയം കിട്ടും പുട്ടിന്. ഇതുപോലെ ശകലം വെള്ളം ഒഴിച്ച് തളിച്ച് നന്നായിട്ട് വിരവിയെടുക്കുക. വെള്ളം ഒരുമിച്ച് ഒഴിക്കാതെ ശകലമായിട്ട് തളിച്ച് നന്നായിട്ട് എല്ലാ ഭാഗത്തും യോജിപ്പിച്ചെടുത്ത് അത് നമ്മൾ പിടിക്കുമ്പം നല്ല കട്ടിക്കുള്ള പിടിയും കിട്ടണം. അത് കഴിഞ്ഞ് ഉതിർത്തിടുമ്പം അത് ഉതിർന്ന് കിട്ടുകയും വേണം. ഇതാണ് കറക്റ്റ് പരുവം പുട്ടിൻ്റെ. ഇപ്പോൾ കറക്റ്റ് വെള്ളം ഈ സമയത്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ശകലം വെള്ളം കൂടെ തളിക്കുന്നുണ്ട് കൂടുതലായിട്ട്. പുട്ടിൻ്റെ മാവിൻ്റെ പരുവത്തിൽ നിന്നും ശകലം കൂടെ വെള്ളം കൂടുതൽ തളിച്ച് നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് 15 മുതൽ 30 മിനിറ്റ് വരെ നമുക്ക് ഈ പുട്ടിൻ്റെ മാവ് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ മാവ് നന്നായിട്ട് വെള്ളം നമ്മൾ തളിച്ചിരിക്കുന്ന കൂടുതൽ വെള്ളമൊക്കെ നന്നായിട്ട് വലിച്ചെടുത്ത് കുറച്ച് ഒന്നും കൂടെ ഡ്രൈ ആയിട്ട് കിട്ടും, ഉണങ്ങി കിട്ടും മാവ്. ആ സമയത്തിൽ നമുക്ക് ആദ്യം ചിരട്ടപ്പുട്ട് തയ്യാറാക്കാനായിട്ട് സ്റ്റീമറിൽ വെള്ളം വെച്ച് ഇഡ്ഡലി തട്ടിലാണ് ഈ ചിരട്ടകൾ വെക്കുന്നത്. കണ്ണുള്ള ചിരട്ടകളിൽ ഇതുപോലെ ഹോൾ ഇട്ടിട്ട് അത് തയ്യാറാക്കി നമുക്ക് വയ്ക്കാം. ഈ സമയത്ത് മാവ് നല്ലോണം ഇപ്പം നമ്മൾ ആദ്യം നനഞ്ഞ മാവിനേക്കാളും ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ശകലം കൂടെ വെള്ളം തളിച്ച് വരവാനായിട്ട് പറ്റും പുട്ടിൻ്റെ പരുവം കിട്ടാനായിട്ട്. ഇങ്ങനെ ചെയ്യുമ്പം മാവൊന്നും കൂടെ വെള്ളത്തിൽ തന്നെ ഒന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പം നല്ല സോഫ്റ്റായിട്ട് വരാനായിട്ടാണ് ഈ 2 പ്രാവശ്യം വെള്ളം തളിച്ച് പുട്ടുമാവ് വിരവിയെടുക്കുന്നത്. ആദ്യം ചിരട്ടയിൽ താഴെ അതിൻ്റെ ഹോളൊന്ന് വിരൽ വെച്ച് അടച്ച് തേങ്ങ ആദ്യം നിറയ്ക്കുക. അതിൻ്റെ മുകളിലേക്ക് മാവ് നിറച്ച്
തേങ്ങയും മാവും കൂടെ മാറി മാറി നിറച്ചെടുക്കുക. എത്ര ലെയർ വേണോ അത് അവരവരുടെ ഇഷ്ടത്തിന് 2 3 ലെയറായിട്ട് ഇതുപോലെ മാവ് നിറയ്ക്കാം. മാവ് നിറയ്ക്കുമ്പം ചിരട്ടയിലേക്ക് മാവ് കുത്തി നിറയ്ക്കരുത്, നല്ല ലൂസായിട്ട് വേണം നിറയ്ക്കാനായിട്ട്. ഏറ്റവും മുകളിലായിട്ട് തേങ്ങ വരുന്ന രീതിയിൽ നിറച്ചെടുക്കുക. ഇപ്പം പുട്ട് കുറ്റിയിലാണ് വെക്കുന്നതെങ്കിലും ഏറ്റവും താഴെ മുകളിലും തേങ്ങയുടെ ലെയർ വേണം വരാൻ. ചിരട്ടപ്പുട്ടിലാണെങ്കിലും അതുപോലെ. ഇതുപോലെ ഇഡ്ഡലി തട്ടിലൊന്ന് നിരത്തി വെച്ച് സ്റ്റീമറിൽ വെച്ച് നമുക്ക് ഇഡ്ഡലി ചെമ്പിൻ്റെ അകത്ത് വെച്ച് വേവിച്ചെടുക്കാം. വലിയ തീയിൽ വെച്ച് നന്നായിട്ട് ആവി പുറത്ത് വരുന്നത് വരെ വലിയ തീയിൽ വേവിക്കുക. ആവി നല്ലോണം പുറത്ത് വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കുക. ചിരട്ടപ്പുട്ടായതുകൊണ്ട് അകത്ത് നല്ലോണം വെന്ത് കിട്ടാനായിട്ട്. ഇതേ രീതിയിൽ സാധാരണ പുട്ടുകുറ്റിയിലും ഇതേ മാവ് വെച്ച് നമുക്ക് പുട്ട് തയ്യാറാക്കാം. ഏറ്റവും താഴെ മുകളിലും തേങ്ങ വരുന്ന രീതിയിൽ മാവ് ലെയറായിട്ട് നിറച്ചെടുക്കുക. എന്നിട്ട് ഇത് പുട്ടുകുറ്റിയിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കുമ്പം ഇത് ഒരു കുറ്റി ആയതുകൊണ്ട് ഏകദേശം മാവി നല്ലോണം വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതി. ചിരട്ടപ്പുട്ടിൽ അകത്തിൽ നല്ലോണം ആവി കയറാനായിട്ടാണ് ക്വാണ്ടിറ്റിയും കൂടുതലുള്ളത് കൊണ്ട് 20 മിനിറ്റ് പറഞ്ഞത്. ഇതിൽ 10 മിനിറ്റിൻ്റെ ആവശ്യമേ വരത്തുള്ളൂ. എന്നിട്ട് താഴ്ഭാഗത്തിൽ ഒരു തവി വെച്ച് ഇതുപോലെ കുത്തി ഇറക്കിയ പുട്ട് കറക്റ്റായിട്ട് നമുക്ക് മുറിയാതെ പുട്ടുകുറ്റിയിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റും. 2 രീതിയിലും നമുക്ക് പുട്ട് തയ്യാറാക്കിയെടുക്കാം. ചിരട്ടപ്പുട്ടിലും ഇതുപോലെ തന്നെ ഒന്ന് കമിഴ്ത്തി വെച്ചാൽ മതി. നമുക്ക് അൺമോൾഡ് ചെയ്ത് ചിരട്ടയിൽ നിന്ന് പുട്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട്. ഇത് നമുക്ക് കടലക്കറിയുടെ കൂടെയോ പയറ് കറിയുടെ അവരവർക്ക് ഏത് കറിയാണോ ഇഷ്ടം ആ കറിയുടെ കൂടെ വിളമ്പാവുന്നതാണ്. കടലക്കറിയുടെ റെസിപ്പി നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഷെയർ ചെയ്യാം. പുട്ട് നമുക്ക് കടലക്കറിയുടെയും പപ്പടത്തിൻ്റെയും കൂടെ വിളമ്പാവുന്നതാണ്. എല്ലാവരും ഈ രീതിയിൽ വീട്ടിൽ പൊടി തയ്യാറാക്കി നോക്കുക. 2 പ്രാവശ്യം കുതിർത്ത് നമ്മളിതുപോലെ നനച്ചെടുക്കുന്നത് കൊണ്ട് നല്ല പൂ പോലെ ഇരിക്കുകയും ചെയ്യും. സമയം കഴിയുന്തോറും തണുത്ത് കഴിഞ്ഞെങ്കിലും അതിൻ്റെ മയത്തിന് കുറവ് വരത്തില്ല. എല്ലാവരും ഈ രീതിയിൽ തയ്യാറാക്കി നോക്കുക.